ഹായ് ഫ്രണ്ട്സ്, വിക്രം വേദ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ മാഷ് വന്നിട്ട് വേദയുടെ റൂമിലേക്ക് പോവാൻ പറയണേ. അങ്ങനെ അമ്മ പൊട്ടിക്കരയുമ്പോ വേദ മനസ്സിൽ വിചാരിക്കും, ഇതിനേക്കാളും വേദന അമ്മയ്ക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങനെ ചെയ്യുന്നത്, അത് അമ്മയ്ക്ക് പിന്നെ മനസ്സിലാക്കും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വേദ എവിടുന്ന് പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസ് സാറെ, MLA വാസു വിളിക്കണേ, ഇലക്ഷനിൽ നിന്നും എന്റെ ശ്രദ്ധ മാറ്റാനായിട്ട് നീ കണ്ടെത്തിയ പണിയാണല്ലേ ഇത്. തെറ്റായി പോയി ശ്രീനി, ഇതിന് നീ അനുഭവിക്കും. അപ്പൊ ശ്രീനി സാറെ ചിരിച്ചുകൊണ്ട് പറയും, തെരഞ്ഞെടുപ്പിൽ നിന്നും നിങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ ഞാനെന്തിനെ നിങ്ങളുടെ മകനെ ആക്രമിക്കണം, അവന് കിട്ടിയത് അവനുള്ള ശിക്ഷയാണ്. വാസുക്കും എന്റെ മകന് ശിക്ഷ വിധിക്കാൻ നീ ആരാടാ? ശ്രീനി സാർ പറയും, നിന്റെ മകനെന്നല്ല നിനക്കുള്ള ശിക്ഷ വേണമെങ്കിലും ഞാൻ വിധിച്ചെന്നിരിക്കും. വാസു പറയും, ചാവി കൊടുത്ത എന്തും ചെയ്യുന്ന ഒരു ഗുണ്ടാ പയ്യൻ കൂടെ ഉണ്ടെന്ന് കരുതി നീ അഹങ്കരിക്കല്ലേ, അവൻ ഒരിക്കലും പുറത്തു വരാൻ പറ്റാത്ത രീതിയില് ഞാൻ അവനെ അകത്താക്കുന്നുണ്ട്. ശ്രീനി സാർ പറയും, അവനെ എങ്ങനെ പുറത്തിറക്കാൻ പറ്റുന്നത് ഞാൻ നോക്കട്ടെ വാസു. എന്തായാലും നിന്റെ മകൻ ചെയ്ത വൃത്തികേടിന് അവൻ കൊടുത്ത പണിക്ക് അവൻ അകത്ത് കിടക്കാതെ നോക്കാൻ ഞാൻ നോക്കിക്കോളാം. MLA പറയും, അതിന് നീ ഇനി മുതിർന്നാൽ അവനെ ഇനി പൊതച്ച് മൂടിയിട്ട് പുറത്തേക്ക് എടുക്കാനാവും. അത് പറഞ്ഞിരുന്നു വേണ്ട. ശ്രീനി സാർ പറയും, എന്നാ അന്ന് MLA വാസ്തവന്റെയും അവസാനമായിരിക്കും എന്ന് പറഞ്ഞ് ആ കോള് കട്ടയും. ശേഷം ജോസഫിനോട്, വിക്രം എവിടെയാണെങ്കിലും ആ പരിസരത്ത് നമ്മുടെ ആൾക്കാരുണ്ടാകണം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഭഗവാന്റെ മുന്നില് ഇരുന്ന് പ്രാർത്ഥിക്കണേ, കരഞ്ഞുകൊണ്ട്, ഞാൻ ചെയ്തതില് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതെന്റെ മനസ്സിനെ കാണിച്ചു തരണം. വിക്രം പുറത്തിറങ്ങിയാൽ അവര് വെറുതെ വിടില്ലെന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്ക് വിക്രമിനെ ഓർത്ത് പേടിയുണ്ട്. വിക്രമിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ മൊഴി കൊടുത്തത്. ജയിലിലാണെങ്കിലും ജീവനോടെ ഉണ്ടാവുമല്ലോ, എനിക്കത് മതി. വിക്രമിനെതിരെ സാക്ഷി പറയുന്നതില് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിക്കോട്ടെ. ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞാ ഞാൻ തന്നെ വിക്രമിന് വേണ്ടി അപ്പീൽ പോയിക്കോളാം. ഭഗവാനെ എന്റെ കൂടെ ഉണ്ടാവണേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് വേദ. ശേഷം പിന്നീട് കാണിക്കുന്നത് അവിടെ തന്നെ വിനായകനും നന്ദിനിയും റൂമിലിരുന്ന് സംസാരിക്കണേ. നന്ദിനിക്കും അവനിനി പുറത്തിറങ്ങാൻ വല്ല സാധ്യതയുണ്ടോ? അതൊന്നും പറയാൻ പറ്റില്ല നന്ദിനി, അവള് അവസാന നിമിഷം മൊഴി മാറ്റിയാലോ? നന്ദിനി പറയും, അയ്യോ അങ്ങനെ സംഭവിക്കോ? ഏയ് ഇല്ലല്ല, അമ്മ കാലു പിടിച്ച് പറയുന്ന പോലെ പറഞ്ഞിട്ടും അവൾ അവളുടെ തീരുമാനത്തിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പൊ വിനയം പറയും, അവളുടെ മനസ്സിൽ എന്താണെന്ന് അവളുടെ അച്ഛനും അമ്മയ്ക്കും പോലും അറിയാൻ പറ്റിയിട്ടില്ല. ആ ഹോസ്പിറ്റലിൽ കിടക്കണ പയ്യൻ തട്ടിപ്പോവുകയും പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത മൊഴിയിലെ വേദ ഉറച്ചു നിന്നാ വിക്രം ഒരിക്കലും പുറത്തിറങ്ങാൻ പോകുന്നില്ല, ദൈവം തമ്പുരാൻ വിചാരിച്ചാ പോലും. ഇനി അഥവാ ആ ചെക്കൻ രക്ഷപ്പെടുകയും വേദ കൂറുമാറുകയും ചെയ്യുന്നിരിക്കട്ടെ, നന്ദിനിക്ക് അങ്ങനെ വന്നാലും അവനകത്താകും. ഓ ഒന്ന് തെളിച്ചു പറ. വിനയം പറയും, അതായത് രക്ഷപ്പെട്ടു കഴിഞ്ഞാലേ അവനെ ഇപ്പോഴത്തെ പോലെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല, ഒരു പഴന്തുണി പോലെ എവിടെയെങ്കിലും കിടക്കും, കൈയും കാലും അനക്കാൻ പറ്റാതെ ഒരു വീൽ ചെയറിൽ. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കും എന്നർത്ഥം. അങ്ങനെ ഒരു കേസിലെ ആ MLA അവന് വെറുതെ വിടും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് വേദ മൊഴി നൽകിയത് ആ സാധ്യത മനസ്സിലാക്കിയിട്ടാണ്. നന്ദിനി പറയും, ഓ അത് ശരി, വിക്രമിനെ രക്ഷിക്കാനല്ലേ? ആ അതെ. നന്ദിനി അപ്പോഴും ചോദിക്കുന്നത്, എന്നാലും പുറത്തു വരാതെ അവിടെ തന്നെ അധിക നാള് കഴിയല്ലോ അല്ലേ? നിനക്കെന്താടി അവനെ അകത്ത് കിടക്കാഞ്ഞിട്ട്? നിനക്ക് വേദ ഒഴിഞ്ഞു കിട്ടിയ പോരെ? നന്ദിനി പറയും, നീയപ്പം തിന്നാലും രണ്ടു ഗുണം ഉണ്ടല്ലോ. വിക്രം ജയിലായ പിന്നെ അവൾ ഇവിടെ നിൽക്കില്ല, അവൾ അവളുടെ വീട്ടിലേക്ക് പോകും, അതുറപ്പാ. ആ സമയത്ത് ഈ വീടിന്റെയും അച്ഛമ്മയുടെ തറവാടിന്റെയും ഭാഗം വെക്കുന്നതിലെ നമുക്കൊരു തീരുമാനം എടുക്കണം. ഇത്തിരി കൂറുണ്ടെങ്കിലും ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ അച്ഛൻ മാറും. നാണക്കേട് കൊണ്ട് അവൻ മകനാണെന്ന് അച്ഛൻ അംഗീകരിക്കില്ല. ഇനി ആ സമയം നോക്കി മുറുകെ പിടിക്കുന്നതിലാ നമ്മുടെ മിടുക്ക്. ആ സമയത്ത് അവളെ നാണം കെടുത്താൻ എന്തെങ്കിലും എനിക്ക് കൊണ്ടുതരും. ദൈവം എന്റെ കൂടെ ഉണ്ടാവും. ആളുകളുടെ മുന്നിൽ നാണം കെട്ട് ഇറങ്ങി പോകുന്നത് എങ്ങനെയാണെന്ന് അവൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വിനയൻ പറയും, നീ എന്തോ പഴയ പക വെച്ച് സംസാരിക്കുന്നത് പോലെ. മറ്റേ കാര്യം വിനയനോട് പറഞ്ഞിട്ടില്ല. ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. അവൾക്ക് എന്നോട് എന്നും പുച്ഛായിരുന്നല്ലോ, ഒരു വിലയുമില്ല. ആരാണ് നന്ദിനിന്ന് അവൾ അറിയിക്കണം, അത്രേ ഉള്ളൂ. അതിൽ വിനയൻ ചോദിക്കും, അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുക നന്ദിനി. എന്നാലും നന്ദിനിയുടെ ഉള്ളിൽ നല്ല പകയുണ്ട് അന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതില്. ശേഷം പിന്നീട് കാണിക്കുന്നത് വിശ്വം റൂമിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ ശ്രീജ അങ്ങോട്ട് വരും. വിശ്വേട്ടാ, എനിക്ക് എത്ര ആലോചിച്ചിട്ടും ഒരു കാര്യം മനസ്സിലാവുന്നില്ല. എന്താ? ശ്രീജ പറയും, അല്ല, ഈ വീട്ടിലെ ആരുടെ കാര്യത്തിലാണെങ്കിലും ശരിയുടെ ഭാഗത്തെ വേദ എന്നും നിന്നിട്ടുള്ളൂ. അവൾക്ക് വേണ്ടിയോ അവളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ അവൾ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടുമില്ല. എന്നും ഈ വീടിന് വേണ്ടി ചേർന്ന് പോവാനേ അവൾ ശ്രമിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഈ സമയത്ത് അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്തായിരിക്കും കാരണം? അമ്മയും ഞാനും എത്ര പറഞ്ഞിട്ടും അവൾ വിക്രമിനെതിരായിട്ട് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത് എന്താ? അതാ മനസ്സിലാവാത്തത്. വിശ്വം പറയും, അവൾക്ക് അവളുടെ ശരി അതാണെന്ന് തോന്നുന്നുണ്ടാകും. നിനക്കറിയോ, മുമ്പ് വിക്രം ജയിലിൽ കിടന്ന സമയത്ത് അച്ഛൻ മനസമാധാനത്തോടുകൂടെ ഒരു ദിവസം പോലും കഴിഞ്ഞിട്ടില്ല. ഇത്രയും വേദന ഉണ്ടെങ്കിലും എന്തിനാ അച്ഛൻ അവനെതിരെ സാക്ഷി പറഞ്ഞതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നീതിയും നിയമവും വേറെ, സ്നേഹവും വാത്സല്യവും വേറെ എന്നാണ് എനിക്ക് അന്ന് മനസ്സിലായത്. ഇന്നും വിക്രത്തിനെതിരെ വേദം മൊഴി കൊടുക്കാൻ തീരുമാനിച്ചപ്പോ അച്ഛൻ കൂടെ നിന്നു. വേദയാണ് ശരിയെന്ന് അച്ഛന് തോന്നിയതുകൊണ്ടായിരിക്കുമല്ലോ അത്. ഓരോ മനുഷ്യർക്കും അവരുടേതായ ന്യായം കാണും. വേദയ്ക്ക് വേദയുടേത്, നമുക്ക് നമ്മുടേത് എന്ന് പറഞ്ഞ് വിശ്വം അവിടെ എഴുന്നേറ്റ് പോകും. ശ്രീജയ്ക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല. അവിടെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത്
സജീവും ജോസഫും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. വിക്രമിനോട് സംസാരിക്കാനാണ് വന്നതെന്ന് പറയുമ്പോ അവിടെയുള്ള പോലീസുകാരെ അതിനനുവദിക്കുന്നില്ല. പ്രതിയോട് സംസാരിക്കാൻ പറ്റില്ല, പ്ലീസ് ഒരു 10 മിനിറ്റ് മതി എന്നൊക്കെ ഇങ്ങനെ ആ കോൺസ്റ്റബിളിനോട് പറഞ്ഞ് അവിടെ വലിയൊരു ഇഷ്യൂ ആവുന്നുണ്ട്. ഈ സമയത്തായിരിക്കും CI അങ്ങോട്ട് വരുന്നത്. എന്താ കാര്യം, എന്തിനാ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ വിക്രത്തെ കാണാനാണെന്ന് പറയും. സർ ഒരു 10 മിനിറ്റ്. CI പറയും ശരി ശരി, ഇവര് ദേഹപരിശോധന നടത്തി അകത്തേക്ക് വിട്ടോളൂ എന്ന് ആ CI പറയും. 10 മിനിറ്റ് എടുക്കാവൂ എന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോവാണ്. അങ്ങനെ ആ കോൺസ്റ്റബിള് ഇവരുടെ ദേഹമൊക്കെ പരിശോധിച്ചതിന് ശേഷം അകത്തേക്ക് കടത്തി വിടണേ. ഇവരെ കാണുന്നതും വിക്രം വേഗം എഴുന്നേറ്റ് വരും. എടാ അനിയൻകുട്ടൻ എങ്ങനെയുണ്ട്? സജീവ് പറയും കുഴപ്പമില്ല, 2 ദിവസം കഴിഞ്ഞ് ആശുപത്രി വിടും. വിക്രം പറയും അവന്റെ കൈ. അത് ചോദിക്കുമ്പോ അവര് രണ്ടുപേരും പരസ്പരം നോക്കി നിൽക്കണേ, മറുപടി ഒന്നും പറയാ. എന്താടാ? ഒരു സങ്കടത്തോടെ ജോസഫ് പറയും അവനിനി ആ കൈ അനക്കാൻ പറ്റില്ല. സജീവ് പറയും അവൻ നിന്നോട് ധൈര്യമായിരിക്കണം എന്നാ പറഞ്ഞത്. വിക്രം ഇത് കേട്ട് ഷോക്കായിരിക്കണേ. എന്റെ ധൈര്യത്തിന് ഒരു കുറവില്ലെന്ന് അവനോട് പറഞ്ഞേക്ക്. നിനക്ക് അല്പം പോലും പേടിയില്ല വിക്രം? വിക്രം പറയും ഞാൻ എന്തിനു പേടിക്കണം, തെറ്റ് ചെയ്തവൻ ഞാനല്ലല്ലോ. സജീവ് പറയും അത് കോടതിയിൽ എങ്ങനെ തെളിയിക്കും, അതിന് പറ്റും തോന്നുന്നുണ്ടോ? വിക്രം പറയും അവളുടെ അച്ഛന്റെ കോടതിയിൽ തെളിഞ്ഞില്ലെങ്കിലും എനിക്ക് ഭയമില്ല, മനസ്സിന്റെ കോടതിയിൽ അത് തെളിഞ്ഞിട്ടുണ്ട്, അത് മതി. അല്ല ബാലൻ സാറിന്റെ മോളോ? സജീവ് പറയും അങ്ങനെ തന്നെ, പോലീസിനോടും മറ്റു ആൾക്കാരോടും ആത്മഹത്യാശ്രമം തന്നെയാ പറഞ്ഞിരിക്കുന്നത്, അവരങ്ങനെ തന്നെയാ കേസ് എടുത്തതും. വിക്രം പറയും അത് മതി, ആൾക്കാരുടെ മുന്നിലെങ്കിലും അവൾക്കൊരു പ്രശ്നവും ഇല്ലാണ്ടിരിക്കട്ടെ. ജോസഫ് പറയും നിനക്ക് വേണ്ടി ശ്രീനി സാറെ ഏതൊക്കെയോ വക്കീൽമാരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടടാ. വിക്രം ചിരിച്ച് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോ സജീവ് പറയും ഇങ്ങനെ ചിരിച്ചൊഴിഞ്ഞു മാറിയിട്ട് കാര്യമില്ല. ഒരു ഭാഗത്ത് വേദ നിനക്കെതിരാണ്, മറ്റു സൈഡില് വാസുദേവനും. കേസാണെങ്കിൽ ശങ്കരനാരായണന്റെ കോടതിയിലും. ഒരിക്കൽ നിനക്കെതിരെ വിധി പറഞ്ഞ ആളാണ് അയാൾ. ഇപ്പൊ കിട്ടിയ അവസരം അയാൾ വെറുതെ കളയോ? വിക്രം പറയും അയാളെ വിധിക്കട്ടെ, ജീവപര്യന്തോ, ഇനി വേണമെങ്കിൽ വധശിക്ഷയെ വിധിക്കട്ടെ, ഞാൻ എന്തിന് അതോർത്ത് വിഷമിക്കണം എന്ന് പറഞ്ഞു നിൽക്കുമ്പോ സജീവ് പതിഞ്ഞ സ്വരത്തിൽ പറയും ഡാ ചായ കുടിക്കുമ്പോ ഉണ്ടായ വഴക്കുകൊണ്ടാണ് ഈ വഴക്കുണ്ടായെന്നാ കോടതിയില് വരാൻ പോകുന്നത്. പകരം ബാലൻ സാറിന്റെ മകളുടെ കാര്യം ഇതിലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷയിൽ എന്തെങ്കിലും ഇളവുണ്ടായാലോ? വിക്രം പറയും അരുത്, ആ വിഷയം ഇനി ആരും മിണ്ടിപ്പോവരുത്. അവൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ എല്ലാവരും അറിയട്ടെ. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് മീഡിയ അറിഞ്ഞ എന്താവും അറിയാലോ, അതിജീവിത എന്ന് പറഞ്ഞ് അവളെയും അവളുടെ കുടുംബത്തെയും പുറം ലോകത്തിനു മുന്നിൽ അവർ കീറി മുറിക്കും. വേണ്ട, ഇത് എന്റെ തലയിൽ തന്നെ ഇരിക്കട്ടെ. ഇങ്ങനെ സംസാരിക്കുന്നത് അവിടുത്തെ ചില പോലീസ് ഉദ്യോഗസ്ഥർ കേൾക്കുന്നുണ്ട്. മതി മതി, പോ നോക്ക്. വിക്രം പറയും നിങ്ങൾ ചെല്ലേ, നമുക്ക് കോടതിയിൽ കാണാം. ശരിയടാ എന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവാണ്. ശേഷം ശങ്കരനാരായണന്റെ വീട്ടില് അങ്ങേരെന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് വർഷയും ശ്രീകാന്തും കൂടെ വരും. വിക്രത്തിന്റെ കേസ് അച്ഛന്റെ കോടതിയിലേക്കാ വരുന്നതെന്ന് കേട്ടു. എന്തേ? അല്ല, ഇതിനേക്കാൾ നല്ലൊരു അവസരം നമുക്കിനി വരാൻ പോകുന്നില്ല. അത് കേൾക്കുമ്പോ ശങ്കരൻ ഒരു ഞെട്ടലോടെ ശ്രീകാന്തിനെ നോക്കുമ്പോ ശ്രീകാന്ത് പറയും ഇങ്ങനൊരു ചാൻസ് ഇനി കിട്ടാൻ പോകുന്നില്ല അച്ഛാ, നമുക്ക് ദൈവം തന്നതാ, ഇത് മിസ്സാക്കാൻ പാടില്ല. ഒരു തരത്തിലും കുറച്ചു കാലത്തേക്ക് അവൻ പുറത്തേക്ക് വരാൻ പാടില്ല എന്നിങ്ങനെ പറയുന്നത് അവിടെ തന്നെ സോഫയിലിരിക്കുന്ന മുത്തശ്ശി കേൾക്കുന്നുണ്ട്. വർഷ പറയും അതെ, 10 വർഷത്തേക്കെങ്കിലും അവന് ശിക്ഷ വിധിക്കണം. ഇത് കേൾക്കുമ്പോ ശങ്കരൻ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കും. ദേഷ്യത്തിലാണ് നോക്കുന്നത്. ശേഷം അത് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോ മുത്തശ്ശി പറയും അതിന് വർഷയല്ലല്ലോ വിക്രമിന്റെ കേസ് കേൾക്കുന്നതും വിധി പറയുന്നതും. അപ്പോഴേക്കും അമ്മ വന്നിട്ട് പറയും വേദ അവള് കണ്ടത് പറഞ്ഞേ ഉള്ളൂ, കോടതിയില് വിക്രമിന് വേണ്ടി വാദിക്കാനും വക്കീലുണ്ടാവുമല്ലോ. അപ്പൊ ശ്രീകാന്ത് പറയും ഇത്രയൊക്കെ ആയിട്ടും നിങ്ങൾക്ക് അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണമ്മേ? മുത്തശ്ശി പറയും സപ്പോർട്ടല്ല, എന്തെങ്കിലും ഒരു പ്രകോപനം ഇല്ലാതെ അങ്ങനൊരു വഴക്ക് നടക്കോ? കോടതിയിൽ അതും പ്രധാനമല്ലേ? ശ്രീകാന്ത് പറയും പ്രകോപനം എന്താണെന്ന് അവൻ പോലീസിനോട് പറഞ്ഞതാ, പ്രോസിക്യൂഷൻ അത് കോടതിയിൽ ബോധിപ്പിച്ചോളും. ചായ തട്ടിമറിച്ചിട്ടതിനാ ഇങ്ങനെ തല്ലി ചതച്ചത്. അപ്പൊ തന്നെ പത്മം പറയും അത് വിശ്വസിക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നുണ്ടോ ശ്രീകാന്ത്? ശ്രീകാന്ത് പറയും പറഞ്ഞത് ഞാനല്ല, അവൻ തന്നെയാ. ആ ശ്രീകാര്യം ശ്രീനിവാസിന് വേണ്ടി അവൻ അവരെ കൊല്ലാൻ നോക്കിയതാണ്. അത് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ന്യായം പറയുന്നു മാത്രം. വർഷ പറയും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത ആളെ വെറുതെ തല്ലി ചതയ്ക്ക, എന്നിട്ട് പോലീസിന് കീഴടങ്ങുക. അങ്ങനെയുള്ള ഒരാളെയാ ഇവിടെ ബാക്കിയുള്ളവർ ന്യായീകരിക്കാൻ നോക്കുന്നത്. അപ്പൊ മുത്തശ്ശേരൻ വിക്രമിനെ വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കിയത് MLAയുടെ മകനല്ല, ഈ നിൽക്കുന്ന നിന്റെ ഭർത്താവാ. എന്നിട്ടും അവൻ ഇവനോടൊന്നും ചെയ്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പയ്യൻ ചെയ്തിരിക്കുന്ന ആ അപരാധം അത്ര വലുതായിരിക്കും. ശ്രീകാന്ത് ഇതേ ആരെങ്കിലും പറയുന്ന കേട്ട് മുത്തശ്ശി എന്നെ കുറ്റപ്പെടുത്തരുത്, ആ വിഷയത്തിൽ എനിക്ക് പങ്കില്ലെന്ന് ഞാൻ പറഞ്ഞതാ, അത് അച്ഛനും അറിയാം. അത് കേൾക്കുമ്പോൾ ശങ്കരൻ ശ്രീകാന്തിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ശ്രീകാന്ത് അപ്പോഴും മുത്തശ്ശിയോട് സംസാരിക്കണേ, അല്ല ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കാൻ അവരെന്താ അവകാശം? നിങ്ങളൊക്കെ അവൻ ആരാണെന്നാ കരുതിയിരിക്കുന്നത്? അച്ഛാ അവനൊരു സോഷ്യൽ ക്രിമിനലാണ്, പുറത്തു വരാത്ത രീതിയിൽ അവൻ അകത്തിട്ടേ പറ്റൂ. അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോ ശങ്കരൻ എഴുന്നേറ്റ് വയ്ക്കും കഴിഞ്ഞോ നിങ്ങളുടെ എല്ലാവരുടെയും വാദവും പ്രതിവാദവും കഴിഞ്ഞെങ്കിൽ എനിക്ക് സംസാരിക്കാമോ എന്ന് ചോദിച്ച് അവിടുന്ന് ചാടി എഴുന്നേൽക്കും. നീതിയും നിയമവും തെളിവുകളുമാണ് കോടതിയിൽ പരിഗണിക്കുന്നത്. കുറ്റാരോപിതനായി ആര് വന്നാലും നിന്നാലും എന്റെ മുന്നിൽ അവർ ഒരുപോലെ ആയിരിക്കും. അത് വിക്രമായാലും നീ ആയാലും.
എന്ന് പറയുന്ന കേൾക്കുമ്പോൾ ശ്രീകാന്ത് ഒന്ന് പേടിക്കുന്നുണ്ട്. തെളിവുകൾ സഹിതം വിക്രം തെറ്റുകാരനാണെന്ന് കോടതിയിൽ തെളിഞ്ഞ ആ തെറ്റിന് അർഹിക്കുന്ന ശിക്ഷയുണ്ടാകും. അത് തീരുമാനിക്കുന്നത് വീട്ടിലെ ആളുകളോട് ചർച്ച ചെയ്തിട്ടല്ല എന്ന് പറഞ്ഞ് ആ ബുക്കുകളും എഴുതി വെച്ച എല്ലാം എടുത്തുകൊണ്ട് ശങ്കരനാരായണൻ അവിടുന്ന് മുകളിലേക്ക് കയറി പോവാണ്. എല്ലാവരും ഇങ്ങനെ അത് നോക്കി നിൽക്കുക. ശേഷം പിന്നീട് കാണിക്കുന്നത് മാഷയാണ്. രാത്രിയായിട്ടുണ്ട്. മാഷ എന്തോ ആലോചിച്ച് പുറത്തിരിക്കുമ്പോ ഒരു കോള് വരികയാണ്. അച്ചമ്മയെ വിളിക്കുന്നത്. എന്തായി സുധാകര, എന്താവാനമ്മേ? വേദ നേരിട്ട് കണ്ട കാര്യല്ലേ? ആ കുട്ടി നുണ പറയുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അച്ഛൻ പറയും അവള് പറഞ്ഞത് സത്യമായിരിക്കും, പക്ഷെ എന്താ നമ്മുടെ കുട്ടിക്ക് പറ്റിയത്? മാഷ പറയും അവൻ എന്ത് തെറ്റ് ചെയ്താലും അവന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് വാദിക്കാനേ ഇവിടെയുള്ളവർ ശ്രമിച്ചിട്ടുള്ളൂ. അവന്റെ കാര്യത്തിൽ ഞാനൊഴികെ ഇവിടെ എല്ലാവരും അമ്മയടക്കം സ്വാർത്ഥരായിരുന്നു. അച്ഛൻ പറയും അവൻ അനുഭവിച്ചതും നിസ്സാരമായിരുന്നില്ലല്ലോ സുധാകര. മാഷ് പറയും അത് അവന്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയല്ലേ, നമ്മുടെ ആരെങ്കിലും തെറ്റുകൊണ്ടാണോ? അച്ഛൻ പറയും മതി, ഇനി അവനെ കുറിച്ച് സംസാരിച്ചിട്ട് എന്തിനാ? അമ്മ പറഞ്ഞപ്പോ ഞാനും പറഞ്ഞതേ ഉള്ളൂ. വേദയെ അവൻ ബലമായി താലികെട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നപ്പോഴും നല്ലതാണെന്നേ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. അവൻ ചെയ്തത് തെറ്റാണെന്ന് ആരും പറഞ്ഞില്ല. അച്ഛൻ പറയും അങ്ങനെ ഒരു മിടുക്കി കുട്ടി വന്നത് അവന്റെ ഭാഗ്യമല്ലേ സുധാകര. മാഷ് പറയും അങ്ങനെ ഒരു മിടുക്കി കുട്ടി ആയതുകൊണ്ടാണ് അവള് സത്യത്തിന്റെ കൂടെ നിൽക്കുന്നത്. ഇന്നിപ്പോ ഉണ്ടായ കാര്യം സത്യസന്ധമായി അവള് പറഞ്ഞപ്പോ അവള് കണ്ടതല്ലേ പറഞ്ഞത്, അതുകൊണ്ട് അവൾ എല്ലാവർക്കും വേണ്ടാത്തവളായോ? അതെങ്ങനെ ശരിയാവും? വേദ ചെയ്തത് തെറ്റാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അച്ഛൻ പറയും ഉത്തരം പറയാൻ പ്രയാസാണ് സുധാകര. നീയും ഞാനും ഈ ലോകം മുഴുവനും അത് ശരിയാണെന്ന് പറഞ്ഞാലും പെറ്റ വയറിന് അത് സമ്മതിക്കാൻ കഴിയില്ല. ഞാൻ നാളെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ മാഷ് പറയും വേണ്ട, ഇതിനിടയിലേക്ക് അമ്മ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അച്ഛമ്മയെ സംസാരിക്കാൻ അനുവദിക്കാതെ മാഷ കോള് കട്ട് ചെയ്യും. ശേഷം മാഷ് അകത്തേക്ക് പോകുമ്പോ ശ്രീജ ഭക്ഷണം കൊണ്ട് വരികയാണ്. ഇതാർക്കാ? വേദയ്ക്കാണ്. ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ മാഷ് ശരി പൊക്കോ എന്ന് പറയുമ്പോ അതെ അച്ഛാ, അമ്മയും ഒന്നും കഴിച്ചിട്ടില്ല, പ്രഷറും ഷുഗറൊക്കെ ഉള്ളതല്ലേ. അപ്പൊ മാഷ് പറയും ഇതങ്ങിതാ, എന്നിട്ട് വേദയ്ക്ക് വേറെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ച് റൂമിലേക്ക് പോവാണ്. അങ്ങനെ മാഷ് റൂമിൽ ചെല്ലുമ്പോഴും അമ്മ കരഞ്ഞുകൊണ്ടിരിക്കണേ. കമല ഇത് കഴിക്കേ എന്ന് പറയുമ്പോ അമ്മ മിണ്ടുന്നില്ല. അപ്പൊ മാഷ് പറയും ഇതുപോലെ രാത്രി നമ്മുടെ ജീവിതത്തിൽ മുമ്പുണ്ടായിട്ടുണ്ട്. കരഞ്ഞു തളർന്ന് നീ ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങിയ ഒരു രാത്രി ഓർമ്മയുണ്ടോ നിനക്ക് എന്ന് പറയുമ്പോ അമ്മ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. പിന്നീടുള്ള പ്രമോലെ വേദയെ കാണാനായിട്ട് ദർശൻ വക്കീല് വന്നിരിക്കണേ. നന്ദിനി വന്നിട്ട് നിന്നെ കാണാൻ ആ വക്കീല് വന്നിട്ടുണ്ട്, നിന്നെ പാട്ട് കെട്ടാനിരുന്നില്ലേ അവൻ തന്നെ. ഇത് അമ്മ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. വേദ പോകുമ്പോ അമ്മയും പിറകെ പോയി നോക്കുന്നുണ്ട്. അങ്ങനെ ആ വക്കീല്, അതായത് ദർശൻ വക്കീൽ ഇപ്പൊ വന്നിരിക്കുന്നത് വേദയ്ക്കൊപ്പം നിൽക്കാനല്ല, വിക്രത്തിന് വേണ്ടി വാദിക്കാനാണ്. ഇത് കേൾക്കുമ്പോ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും. വേദ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദർശൻ അതിന് നിൽക്കുന്നില്ല. വിക്രത്തോടൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വിക്രത്തെ ഇറക്കുന്നു പറഞ്ഞിട്ടാ ദർശൻ അവിടുന്ന് പോയിരിക്കുന്നത്. ഇത് കേട്ടുന്ന അമ്മയ്ക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ അമ്മ മാഷോട് പറയും ദർശൻ വക്കീല് വാദിച്ചു കഴിഞ്ഞാ നമ്മുടെ മോൻ എന്തായാലും രക്ഷപ്പെടും, അവൻ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാലേ നമുക്കൊരു ക്ഷേത്രത്തിൽ പോണം എന്നൊക്കെ ഇങ്ങനെ സന്തോഷത്തോടു കൂടെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഭാഗത്തില് വിക്രത്തെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോ അത് വേദ കാണുന്നുണ്ട്. അവിടെ ജോസഫും സജീവും വന്നിരുന്നുണ്ട്. ജോസഫ് പറയും ഇപ്പൊ സന്തോഷമായി കാണുമല്ലോ അല്ലേ? വേദ ഇങ്ങനെ അവരുടെ മുന്നിലും സങ്കടത്തോടു കൂടെ തലതാഴ്ത്തി നിൽക്കുന്നത് കാണിച്ചിട്ടാ ഈ പ്രമോയോ അവസാനിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്